കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കണ്ടതാണ്. അതിനുശേഷം ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ ഇപ്പോൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചല്ല. പക്ഷേ ഇന്നലത്തെ കേരള നിയമസഭയിലെ പോലീസ് അതിക്രമണത്തെക്കുറിച്ച ചർച്ചയ്ക്കിടയിൽ LDF അംഗങ്ങളിൽ നിന്നുണ്ടായ ഏകപക്ഷീയമായ ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള പരാമർശനങ്ങൾ, ആക്രമണങ്ങൾ, അത് കേട്ടപ്പോൾ എന്തെങ്കിലും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിട്ട് 21 വർഷങ്ങൾ പൂർത്തിയായി. 2004 കേരളം വിട്ടതാണ് രാഷ്ട്രീയത്തിൽ നിന്ന്. അതിനുശേഷം എന്നെക്കുറിച്ചും എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചും മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ചും വർഷമായി ഏകപക്ഷീയമായി ഒരുപാട് ആക്രമണം നടക്കാറുണ്ട്. ഞാൻ അതിനൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആവശ്യം വന്നാൽ, ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞിട്ട്, ഇലക്ഷൻ കഴിഞ്ഞ് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. ഇപ്പോൾ അത്രയും വൈകണ്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തോന്നിയതാണ്. കഴിഞ്ഞ 21 വർഷമായി LDF എന്റെ ഭരണകാലത്തെക്കുറിച്ച് പ്രധാനമായി ഉന്നയിക്കുന്ന 2 കാര്യങ്ങൾ ഇന്നലെയും അവർ ശക്തമായി ആവർത്തിച്ചു. ഒന്ന് ശിവഗിരിയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ, കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവനാണ്. ചേർത്തല ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 2 പ്രാവശ്യം ചേർത്തല സ്കൂളിൽ ഗുരുദേവന്റെ മഹാസമാധി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒരുമിച്ച് ആചരിക്കുന്നതാണ്. 2 പ്രാവശ്യം ഞാൻ ഗുരുദേവ മഹാസമാധിയുടെ ആചരണ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഞാൻ പഠിച്ചിരുന്ന ചേർത്തല സ്കൂളിന്റെ പേര് ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നായിരുന്നു. ഞാൻ പ്രതിപക്ഷ നേതായിരുന്ന കാലഘട്ടത്തിൽ ചേർത്തലയിലെ ഒരു സുഹൃത്ത് പഴയ രേഖകളെല്ലാം കാണിച്ച് ചേർത്തല സ്കൂളിന്റെ സ്ഥാപനത്തിന് ഗുരുദേവൻ നൽകിയ സംഭാവനകളെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി. ആ കത്ത് സഹിതം ഞാൻ അന്ന് പ്രതിപക്ഷ നേതാവായ ഞാൻ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന PG ജോസഫിന് കത്തയച്ചു. ഉടൻ തന്നെ PG ജോസഫ് എന്റെ അഭ്യർത്ഥന മാനിച്ച് ആ രേഖകൾ കൂടി പരിശോധിച്ചതിന് ശേഷം ചേർത്തല ഗവൺമെന്റ് ഹൈസ്കൂളിനെ ചേർത്തല ഗവൺമെന്റ്
ശ്രീനാരായണ ഹൈസ്കൂളിനാക്കി പറ്റി. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഗുരുസ്വാമികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആദരപൂർവ്വം നിലപാട് സ്വീകരിച്ചതാണ്. ശിവഗിരിയിൽ എത്രയോ തവണ കോൺഗ്രസിലുണ്ടായപ്പോൾ, APC-യിലുണ്ടായിരുന്നപ്പോൾ, മുഖ്യമന്ത്രിയായി, പ്രതിപക്ഷ നേതാവായി, കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി ഞാൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയൊരു കാര്യം നടന്നു. അവിടെ 95-ൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെയുണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ, ക്രിമിനൽ നിയമത്തിൽ പതിവിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെയല്ല. ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും. ചിലപ്പോൾ ഏകണ്ഠമായി, ചിലപ്പോൾ മത്സരത്തിൽ കൂടി. മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവഗിരിയുടെ പാരമ്പര്യം. പക്ഷെ 95-ൽ മാത്രം അത് നടന്നില്ല. തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ നേതൃത്വം കൊടുക്കുന്ന ഭൂരിപക്ഷ പാനലിന് വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല. അവർ പറഞ്ഞ ന്യായം, സ്വാമി പ്രകാശാനന്ദയ്ക്കും കൂട്ടർക്കും ഭരണമേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കാവ്യവൽക്കരിക്കപ്പെടും. ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക. പ്രകാശാനന്ദയും കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു. കീഴ്ക്കോടതികൾ പ്രകാശാനന്ദ സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്കും അനുകൂലമായി വിധിയെഴുതി. ആമീൻ പോകും. അവിടെ തടസ്സങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ചില സംഘർഷത്തിന് അന്തരീക്ഷം ഉണ്ടാകും. പോലീസ് ഇടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല, അവയെ മടങ്ങി വരും. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു. രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു. ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായി ഭൂരിപക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ്. അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ. അതിനെ ഗവൺമെന്റ് സഹായിക്കണം, പോലീസ് സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞു. ആമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടരും പോയി. അപ്പോഴും തടസ്സം, മടങ്ങിപ്പോയി. രണ്ടാമതും പോയി, അപ്പോഴും തടസ്സം.
മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം പറഞ്ഞു, ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം. അതിന് പോലീസിന്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കീഴ്ക്കോടതി വിധിയുണ്ടായി. ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു. എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചനകൾ 3-4 മാസം നടന്നു. ഇതൊക്കെ ഒന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ വിധി കഴിഞ്ഞും കുറേ ദിവസം ഞങ്ങൾ കാത്തിരുന്നു. ഏതാനും ആഴ്ച കൂടി അതിനുശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ബലിയാടാകും, ഗവൺമെന്റ് പ്രതിക്കൂട്ടിലാകും. അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിന്റെ കൂടെ വിജയിച്ചവരും ശിവഗിരിയിലേക്ക് യാത്രയായി എത്തിച്ചേർന്നു. കൂടെ പോലീസും ഉണ്ടായിരുന്നു. അപ്പോഴും തടസ്സം വന്നു. അവിടെ ഓടിക്കൂടിയവർ പലതരക്കാരാണ്, അതൊന്നും വിശദീകരിക്കുന്നില്ല. ഹൈക്കോടതി ഡയറക്ഷനുണ്ട്. അധികാര കൈമാറ്റം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ 95 ഒക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിന് ഭരണമേൽപ്പിച്ചു. അതാണ് ശിവഗിരിയിലുണ്ടായ സംഭവം. അല്ല, ഒരു ദിവസം നാടകീയമായിട്ടുണ്ടായതല്ല, ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല. അവിടെ ശിവഗിരിയിലെ സ്വാമിമാർ 2 ചേരിയായി തിരിച്ച് ഒരു വിഭാഗത്തിന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ജയിച്ചവരെ അധികാരം ഏൽപ്പിക്കാൻ മറുഭാഗം മടിച്ചപ്പോൾ ജയിച്ചവർ കോടതിയെ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ അവസാനം ഗവൺമെന്റിനെ കോടതി ഡയറക്ഷനായി വന്നപ്പോഴാണ് നിയമവാഴ്ച നടപ്പാക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റ് പോലീസ് അവിടെ ഇടപെട്ടത്. അതാണ് ഞാനെന്തോ അക്രമം കാണിച്ചെന്ന് പറയും. 21 വർഷമായി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നെ ആരും പറയാനുമില്ല. ഇന്നലെ തന്നെ പറഞ്ഞിട്ട്, പക്ഷെ സംഭവിച്ച് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനൊരു അഭ്യർത്ഥന മാത്രമേ ഈ ഗവൺമെന്റിനോടുള്ളൂ. മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ശിവഗിരി സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് 96 നടന്ന ഇലക്ഷനിൽ വിജയികളായ LDFന്റെ മുഖ്യമന്ത്രി EK നയനാർ ആഭ്യന്തര വകുപ്പ് കൈകാര്യമ്പോൾ അദ്ദേഹം ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ, പോലീസ് നടപടിയെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. ജുഡീഷ്യൽ എൻക്വയറി നടന്നു. ആ കമ്മീഷൻ വിശദമായി ശിവഗിരിയിൽ അധികാര കൈമാറ്റം നടത്താൻ ഹൈക്കോടതി തീരുമാനം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ, അതിൽ പങ്കെടുത്തവർ, അതിന് ഉത്തരവാദികൾ ആരൊക്കെ, പോലീസ് റോൾ എന്ത്, ഇതിനൊക്കെ എല്ലാം മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം വിശദമായ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നതാണ്.
കാര്യങ്ങൾ ഇപ്പോഴും വിവാദങ്ങൾ കെട്ടടക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്റെ അഭ്യർത്ഥന, നയനാർ ഗവൺമെന്റ് നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ ജുഡീഷ്യൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിംഗ് വീണ്ടും പരസ്യപ്പെടുത്തണം. ജനങ്ങൾ അറിയട്ടെ സത്യം, അവിടെ എന്താണ് സംഭവിച്ചത്. ഇന്നലെ LDF അംഗങ്ങൾ അസംബ്ലിയിൽ പ്രസംഗിച്ചതുപോലാണോ അതോ മറിച്ചാണോ സംഭവിച്ചത്? ആ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലാണ്, എന്റെ കയ്യിലല്ല. ഈ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആ റിപ്പോർട്ട് ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കട്ടെ. സത്യാന്വേഷികളാകാൻ ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ ആ റിപ്പോർട്ട് പരിശോധിക്കുക, ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. രണ്ടാമൊരു സംഭവം മുത്തങ്ങ സംഭവമാണ്. എന്റെ കാലത്ത് നടന്ന നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഈ ദുഃഖമുണ്ട് ആ സംഭവത്തിൽ, രണ്ട് സംഭവത്തിലും. ശിവഗിരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട്, മുത്തങ്ങ സംഭവത്തിലും ദുഃഖമുണ്ട്, അതിയായ ഖേദമുണ്ട്. 2001 ഞാൻ മുഖ്യമന്ത്രിയായി വീണ്ടും തിരിച്ചു വന്നപ്പോൾ എന്നെ ശാശ്വതാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു, അതിനെ കഴിഞ്ഞു മുഖ്യമന്ത്രി വീണ്ടും ശിവഗിരിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്നെ വിളിച്ചോണ്ട് പോയി. യോഗത്തിൽ, ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗത്തിന് ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ എന്തായാലും എന്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും എനിക്ക് ഖേദമുണ്ട് ഞാൻ പറയുകയും ചെയ്തു, ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്താണ് മുത്തങ്ങ സംഭവം. അതും ഇന്നലെ പ്രാവശ്യിച്ചു. മുത്തങ്ങ സംഭവം കഴിഞ്ഞിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം ചിലപ്പോഴൊക്കെ നല്ല കല്ലെടുത്തോടെ പറയും. അദ്ദേഹം പറഞ്ഞു, അസംബ്ലിയിൽ പ്രസംഗിച്ചതാണ്, JK ആന്റണിയുടെ പോലീസ് പഞ്ചസാരയും മണ്ണയും ചേർത്ത് ചുട്ടുകരിച്ചു 10-ലേറെ ആദിവാസികളെ. ഇവിടെ എന്താ സംഭവിച്ചത്? ആദിവാസികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്ത ഞാനാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എസ്റ്റേറ്റ് ഉൾപ്പെടെ, വയനാട്ടിലെ സുഗന്ധഗിരി ഉൾപ്പെടെ, പേരാമ്പ്ര എസ്റ്റേറ്റ് ഉൾപ്പെടെ, മലപ്പുറത്ത്, പാലക്കാട്, തൃശൂര്, ഇടുക്കിയിൽ, ഇതിന്റെ കൂടെ ഫാമിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള അളം ഫാം പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം കൊടുത്ത് മേടിച്ച്, അതുമാതിരി അത് ഗവൺമെന്റാണ്. ഇപ്പൊ ആ ഫാമിന്റെ സ്ഥിതി എനിക്കറിയത്തില്ല. ഇടുക്കി ജില്ലയിലെ, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിലെ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറി. ആ മരുഭൂമിയിൽ ജപ്പാന്റെ സഹായത്തോടുകൂടി അഹാഷ് എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാനതിന് തറക്കല്ലിട്ടു. ഞാൻ മൂന്നാമത് മുഖ്യമന്ത്രിയായപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു. അതുകൂടി ആ പ്രദേശമൊക്കെ ആ തരിശുഭൂമിയിൽ നല്ല കൃഷി, അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്. എന്നിട്ട് അവസാനം ആദിവാസികളെ ചുട്ടുകരിച്ചെന്ന പ്രതി എനിക്ക് കിട്ടുമെന്ന്. എന്താണ് അവിടെ സംഭവിച്ചത്? മുത്തങ്ങ ദേശീയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മൃഗസംരക്ഷണത്തിന്റെ, വന്യമൃഗങ്ങളുടെ സാങ്ച്വറിയാണ്. അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അരയ്ക്കോ പ്രേരണയിൽ കുറെ ആദിവാസികൾ കയറി കുടിൽ കെട്ടി. മാധ്യമ സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ്, നിങ്ങൾ പഴയ അന്നത്തെ വയനാട് എഡിഷൻ മാധ്യമങ്ങൾ നോക്കണം. എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് എഡിഷന്റെ വാർത്തകൾ നോക്കണം. അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി കുടിൽ കെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ കർഷക സംഘടനകളും, എല്ലാ മാധ്യമങ്ങളും, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാ മാധ്യമങ്ങളും വയനാട് എഡിഷൻ പത്രം അവരെ ഇറക്കി വിടണമെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം മാറി, രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ മാറി. അവിടെ സംഘർഷമുണ്ടായി, പോലീസുമായി ഏറ്റുമുട്ടി,
ഒരു ആദിവാസിയും ഒരു പോലീസുകാരനും മരിച്ചു. ഡൽഹിയിൽ നിന്ന് വരെ ആൾക്കാർ അവിടെ വന്നു. അവരുടെ പലരുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഞാൻ ആ സംഭവം രക്ഷിക്കാൻ അന്ന് കേന്ദ്രത്തിൽ വാജ്പേയി ഭരിക്കുന്നു, കോൺഗ്രസ് അല്ല. ഞാൻ CBI എൻക്വയറിക്ക് വിട്ടു. എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട്. മുത്തങ്ങ സംഭവത്തെ കുറിച്ച്, പോലീസ് ആക്ഷനെ കുറിച്ച്, ആദിവാസി സമരത്തിന് പിന്നിലുള്ള സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ച ശേഷം കിട്ടിയ റിപ്പോർട്ട് എന്താണ്? അതിലാരെയാണ് കുറ്റപ്പെടുത്തത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത്? ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. ആ റിപ്പോർട്ടൊന്ന് പ്രസിദ്ധീകരിക്കുക, ജനങ്ങൾ അറിയട്ടെ. അവസാനമായ ഒരു കാര്യം, ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനത്തായി ചോദിച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെന്റ്. UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല, മുത്തങ്ങ വന്യമൃഗസങ്കേതമെന്ന നിലപാടാണ്. അതുകൊണ്ട് UDFനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതിനുശേഷമുള്ള 15 വർഷക്കാലം VS അച്യുതാനന്ദന്റെയും പിണറായി വിജയന്റെയും ഗവൺമെന്റുകളാണ്. അവരുടെ കാലത്ത് അന്ന് വന്യമൃഗസങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കിവിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അന്ന് ആദിവാസികളെ ഇറക്കിവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോൺമെന്റ് മിനിസ്ട്രി കത്ത് കേരള ഗവൺമെന്റിന്. ഇത് തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഈ കയ്യേറ്റം അനുവദിക്കാൻ പാടില്ല. അവരുടെ താക്കീത് കൂടി വന്നതിന് ശേഷമാണ് ആക്ഷൻ ഉണ്ടായത്. അതിനെല്ലാം കുറിച്ച് CBI അന്വേഷണം വന്നു. ആ റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിലുണ്ട്. അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് 21 വർഷമായി. പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു. മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല, റിട്ടയറുമല്ല. ആക്റ്റീവല്ല, റിട്ടയറുമല്ല. റിട്ടയർ ചെയ്യാൻ മരണം വരെ റിട്ടയർ ചെയ്തിട്ടില്ല. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് ഭരിക്കണമെന്നുണ്ട്. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എന്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെന്റ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇല്ലേ വസ്തുത? അത് ഗവൺമെന്റിന്റെ ഭാഗം. ഈ അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടില്ല, മേനാട് ശ്രമിച്ചിട്ടില്ല. 15 വർഷത്തിനിടയിൽ LDFന്റെ ഭരണം അവിടെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനോ കുടിൽ കെട്ടാനോ അനുവദിച്ചിട്ടില്ല. എനിക്ക് മാത്രം വഴി. പക്ഷെ അവർ 15 വർഷം വെച്ചിട്ടും അവർ ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ. മറ്റൊന്ന്, ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ്ച്വറിയിൽ കുടിൽ കെട്ടി, അവിടെ കുടിൽ കെട്ടാൻ വയ്യാത്ത കുടി വെട്ടി ആദിവാസികളുണ്ടല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടി വെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ആദിവാസി സംഘടന അവിടെ വീണ്ടും ഒരു കുടിൽ കെട്ടൽ സമരമായിട്ട് പോയിട്ടുണ്ടോ? നല്ല സത്യം. ഈ സത്യങ്ങൾ ഇരുന്നിട്ടും 21 വർഷമായിട്ട് പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ്. ഞാനാണെങ്കിൽ ഡൽഹിക്കും പോയി. പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല. ഇന്നലെ ഇത് തന്നെ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് പറയാൻ കാരണം, ഒന്ന്, നയനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണം. എന്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി, അന്ന് വാജ്പേയിയുടെ ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റ്, ആ CBI എൻക്വയറിയുടെ വിശദാംശങ്ങൾ ജനസമക്ഷം നൽകണം. ഇത് 2 മാത്രമാണ് എന്റെ അഭ്യർത്ഥന. മറ്റൊന്നും പറയാനാണ് ഞാൻ വിളിച്ചു കൂട്ടിയത്.
എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ നടന്നെന്നാൽ എനിക്കറിയാമല്ലോ. അവിടെ എന്റെ ഗവൺമെന്റ് ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ച പ്രകാശാനന്ദ ഇസ്ലാമികൾക്കും കൂട്ടർക്കും അധികാരം കൈമാറണമെന്നുള്ള ജഡ്ജ്മെന്റിന് എനിക്കറിയാം. ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കാണ്. മൊത്തത്തിൽ ഇന്നലെ LDFന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ 21 വർഷമായി കേരളത്തിൽ അന്നത്തെ ആഷ്ടിയെക്കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ ആരെങ്കിലും. കാരണം ഞാൻ എന്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് മറുപടി പറയാറില്ലല്ലോ. ഞാൻ അവസാനം എന്നോട് ഒരുപാട് ആലോചിച്ചു മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചതാണ്. പക്ഷെ ഇന്നലത്തെ പ്രൊവക്കേഷനോട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് പറയാൻ ആലോചിച്ചു. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ എന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ചില വിവാദങ്ങളെക്കുറിച്ച് ഞാൻ പറയും. ഞാൻ ഇന്നലെ ചർച്ച അങ്ങയുടെ ചോദ്യം ഞാൻ ഒഴിഞ്ഞു മറന്നില്ല. പക്ഷെ ഇന്നലത്തെ ചർച്ച ഞാൻ പറഞ്ഞത് മാറാടിനെ കുറിച്ചും എന്റെ കാലത്ത് പുലീസ് എൻക്വയറി വെച്ചിട്ടുണ്ട്. ആ പുലീസ് എൻക്വയറി റിപ്പോർട്ട് ഈ ഗവൺമെന്റിലുണ്ട്. എന്താണ് മാറാട് നടന്നത് ആ റിപ്പോർട്ടും പുറത്തുവിടും. എന്റെ അഭ്യർത്ഥന താങ്കൾക്ക് എന്റെ കാലത്ത് നടന്നുള്ള എല്ലാ ഇതുപോലുള്ള ആക്ഷൻസ് എല്ലാം ദുഃഖം ചെയ്യും. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്. കടമ നിർവഹിക്കേണ്ടി വരും. അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ അയ്യപ്പ സംഗമം നടക്കാൻ പോകില്ലേ? പമ്പ മുതൽ മരക്കൂട്ടം വരെ വനിതകളെ കൊണ്ടുപോയി നടത്തിയ ആൾക്കാരല്ലേ. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അത്രയും വിവാദങ്ങളിലേക്ക് പോകണ്ട. ഞാൻ ഏതായാലും അല്ലല്ല ഇന്ന് ഞാൻ പറയാം. എന്നെ പ്രോക്ക് ചെയ്യേണ്ട സുഹൃത്തെ, താങ്കളുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കും. പത്രക്കാരന് അപ്പുറത്തെ രാഷ്ട്രീയം ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾക്കേ പറയുന്നുള്ളൂ. ആ നടപടികളിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ നയനാർ നിയമിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBIയുടെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. അത് രണ്ടും വായിച്ചു നോക്കുക. മറുപടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അതായത് ഇതൊക്കെ അറിയാമായിരുന്ന കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അംഗങ്ങളുമായിട്ടുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ട അതിലെ കുസൃതി എനിക്ക് മനസ്സിലായി. ഞാനത് ഉത്തരം പറയുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ അവസാനത്തെ പ്രശ്നമാണ്. പക്ഷേ കേക്ക്
ഇന്നലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായി ഇന്നലെ പോലീസിന്റെ അതിക്രമങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിൽ ഭരണകക്ഷി അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അതിശക്തമായ മറുപടി പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട്. 21 വർഷങ്ങൾക്ക് ശേഷം അങ്ങേക്ക് തന്നെ വന്നിട്ട് പ്രതിരോധം തീർക്കേണ്ടി വരുന്നതുകൊണ്ടാണ് പാർട്ടി ഇത്ര ഷാർപ്പായി ചില സഭയിൽ പ്രതിരോധിച്ചില്ല. ഈ റിപ്പോർട്ടിന്റെ കാര്യം ഈ പറഞ്ഞ പ്രതിപക്ഷത്തിന് പറയാനില്ല. ഈ മൂന്നാമത്തെ റിപ്പോർട്ട് പറഞ്ഞു. ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതിൽ താങ്കൾക്ക് വലിയ ദുഃഖമാണല്ലേ? വലിയ ദുഃഖമാണ്. സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ്. താങ്കൾക്ക് അല്ലേ? താങ്കൾക്ക് വലിയ ദുഃഖമാണ്. ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്റെ അവസാനത്തെ പ്രസ് കോൺഫറൻസ് അല്ല. അല്ല. ഇല്ല, അങ്ങനെ കോൺഗ്രസിലാകുന്ന ആഗ്രഹിക്കുന്നത് ആരുമില്ല. ഇല്ല അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, എന്നോട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ. എന്നോടും നിങ്ങളുടെ കൂടത്തെ ഉൾപ്പെടെ പല ആൾക്കാരും ഒരുപാട് നിരന്തരമായി ഇവിടെയും ഡൽഹിയിലും എന്നോട് ആത്മഹത്യ പറയാം. ഞാൻ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ത്യയിൽ തീർക്കാൻ. ഞാൻ അവരോടുള്ള ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ആത്മഹത്യ പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺക്ലൂഷനെ നിങ്ങൾ മത്സരിക്കുക റേറ്റിംഗിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് മസാലകൾ വേണം. അതൊക്കെ എന്റെ കോൺട്രിബ്യൂഷൻ വേണോ? വേണ്ട. കോൺഗ്രസ് ഈ കാലങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിട്ടുണ്ട്, വലിയ പ്രതിരോധത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വന്നിട്ടില്ല. ഇപ്പൊ അങ്ങയുടെ ഇമേജ് മോശമാകുമെന്ന് മനസ്സിലായപ്പോ തോന്നിയപ്പോൾ അത് പ്രതിരോധിക്കാൻ പറ്റും. അത് സെൽഫിഷസ് അല്ലേ? താങ്കൾ പത്രപ്രവർത്തനം എത്ര നായി? എന്റെ പ്രസ് കോൺഫറൻസിന് മുമ്പ് പങ്കെടുത്തത് എവിടെയാണ്? കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് പങ്കെടുത്തോ? അന്ന് എന്റെ പ്രസ് കോൺഫറൻസ് ശ്രദ്ധിച്ചോ? എന്റെ ഇമേജിന് വേണ്ടിയാണ്. പറഞ്ഞ പോയിന്റ് ഉത്തരം പറയാം. അന്ന് ഞാൻ ചാനലുകളോടെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരോടും ഒരുമിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. എനിക്ക് വേണ്ടിയിട്ടാണോ? ആണോ? അന്നത് പറ. അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ലക്ഷ്യം വരുമ്പോൾ ഞാൻ പറയും. പാർട്ടിക്ക് നിങ്ങൾ അങ്ങോട്ടൊന്നും എന്നെ കൊണ്ടുപോണ്ടാ. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പറഞ്ഞു കഴിയട്ടെ. ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ കടന്നില്ലുകയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കേരളത്തിലെ പ്രതിപക്ഷം ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഏകണ്ഠമായി അവർക്കൊരു നേതാവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി. അവിടെ വരെ എത്തിയിരിക്കുക. കാര്യം മനസ്സിലായല്ലോ. എന്റെ അഭിപ്രായം ഇതാണ്. എനിക്കേ പറയാനുള്ളൂ. ഇവിടെ ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങൾ. മാറാടും നടന്നത് ഒരു നിയമപരമായിട്ടുള്ള നടപടിയാണ്. അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദം,
അല്ല അല്ല മാറാട് അല്ല അത് ഞാൻ വേറെ അവസരത്തിൽ പറയാം. ഇന്ന് പറയണില്ല. ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ 2 പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാൻ മറുപടി പറയാം. ഇന്നലെ നിയമസഭയിൽ നടന്ന ചർച്ച പോലീസിന്റെ ഭീകരവാദത്തെ പുത്തന ചർച്ചയാണ്. അപ്പൊ സാറ് പറയുന്നത് ഇന്ന് പറയുന്നു മുത്തങ്ങയിലും ശിവഗിരിയിലും നടന്നത് തീർത്തും നിയമപരമായിട്ടുള്ള കമ്പൽഷന്റെ പുറത്താണ് ഗവൺമെന്റ് അണ്ടർസ്റ്റാൻഡ് എടുക്കുന്നത്. പക്ഷെ അവിടെ നടന്നത് പോലീസ് അട്രോസിറ്റി ആണെന്ന് ഇപ്പം സമ്മതിക്കുന്നുണ്ടോ എന്നില്ല. ഞാൻ അതിലാണ് പറഞ്ഞത്. അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് ഒന്ന് നയനാർ ഗവൺമെന്റ് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായ ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കൂ. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ കാലത്ത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിൽ സന്തുഷ്ടനല്ല, ദുഃഖിക്കുന്നൊരുത്തരാണ്. സന്തോഷിക്കുന്നൊരുത്തരല്ല. ആളുകളുടെ ചോര കണ്ട് സന്തോഷിക്കുന്നൊരുത്തരല്ലേ. നിങ്ങളെ താങ്കൾ ഇങ്ങനെ കോടതിയിൽ ക്രിമിനൽ കേസിൽ ആൾക്കാരെ ക്രോസ് ചെയ്യുന്ന പോലെ ചെയ്യാൻ അത് വേണ്ട. മതി. ജീവിതത്തിൽ ശരികളും തെറ്റുകളും ധാരാളമുണ്ട്. അതിനെല്ലാം ആകത്ത് കിടക്കേണ്ട സമയം ഇപ്പോഴല്ല. അതുപോലെ തന്നെ എത്രയും ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേവലം പോലീസ് ആക്ഷന് മാത്രം പറഞ്ഞ് സാറിന് ദുഃഖം പങ്കുവയ്ക്കാൻ കഴിയുമല്ലേ? നിങ്ങളെ തീർച്ചപ്പെട്ട ഞാൻ സഹായിക്കത്തില്ലല്ലോ. എനിക്ക് പറയാനല്ലേ പറയാൻ പറ്റുള്ളൂ. ശിവഗിരിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാനല്ല, ഈ കെ നയനാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കട്ടെ. അത് ഞാൻ പറയാം. ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. 7 പ്രാവശ്യം ആമീനെ പറഞ്ഞയച്ചു. 7 പ്രാവശ്യം. അവിടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്റെ സ്റ്റാൻഡല്ല. ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാരെ വെച്ചത് നയനാരാണ്. ആ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ആദ്യം വായിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾ പത്രപ്രവർത്തനം എത്ര കൊല്ലായി? 25 വർഷമായി. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ടാണ് 20 വർഷം കഴിഞ്ഞു. ഞാൻ ഗ്രൂപ്പ് രാഷ്ട്രീയം നിർത്തിയിട്ട് 20 വർഷം കഴിഞ്ഞു. കാൽനൂറ്റാണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ ഭാഷയിൽ കാൽനൂറ്റാണ്ട് കഴിഞ്ഞു. കോൺഗ്രസിനൊരു പ്രതിസന്ധിയില്ല. കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ആരും സാധിക്കത്തില്ല.